നാളെ രാവിലെ 10-നും 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ ചേട്ടൻ ഞാൻ തീരുമാനിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും. പഴയ കാര്യങ്ങളൊന്നും ഋതിക മനസ്സിൽ വെക്കരുത്. എല്ലാവരെയും കൂട്ടി ഋതിക വിവാഹത്തിന് വരണം. ശ്രീലക്ഷ്മിക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഋതിക അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കില്ലേ? രമ്യ പ്ലീസ്. ഹരീഷും ശ്രീലക്ഷ്മിയും പരസ്പരം എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് രമ്യക്ക് അറിയില്ലേ? എന്നോടുള്ള ദേഷ്യത്തിന് രമ്യ അവരെ ഉപദ്രവിക്കരുത്. രമ്യ വിചാരിച്ചാലേ ഈ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പരസ്പരം പ്രണയിക്കുന്ന ഹരീഷിനെയും ശ്രീലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ രമ്യ കൂട്ടു നിൽക്കരുത്. അവരെ ഒന്നിപ്പിക്കണം. ഇതെന്റെ അപേക്ഷയാ. വേണമെങ്കിൽ രമ്യയുടെ കാല് ഞാൻ പിടിക്കാം. ഋതിക ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. അമ്മയോടും അച്ഛനോടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. വിവാഹത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെയും ചെയ്തു. അച്ഛനും അമ്മയും പെണ്ണിന്റെ അച്ഛനമ്മമാരെയും കൂട്ടി താലി വാങ്ങാൻ ജ്വല്ലറിയിലേക്കും പോയി. ഇനിയിപ്പോ ഞാനെങ്ങനെ? രമ്യ പ്ലീസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഹരീഷിന്റെ വിവാഹം നടക്കാൻ പോണെന്നറിഞ്ഞ് ശ്രീലക്ഷ്മി ആകെ ബഹളം വെച്ച് കരച്ചില്ല. അവിടെ രാജുവിന്റെ വീട്ടില് എല്ലാവരും വിഷമത്തില്ല. രമ്യ ഒന്ന് രമ്യയുടെ അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കും. ഒരിക്കലും ഇതേ കാര്യത്തിന് ശ്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് മറക്കരുത് രമ്യ, പ്ലീസ്. നീ ഇങ്ങനെ ടെൻഷനായി എന്നെ കൂടി പേടിപ്പിക്കാതിരുതിക്കെ. ശരി, ഞാൻ അമ്മയെ വിളിക്കാം. വേഗം വിളിക്ക. അമ്മേ, നിങ്ങളിപ്പോ എവിടെയാ? പെണ്ണിനുള്ള മാലയും താലിയൊക്കെ വാങ്ങിയോ? അയ്യോ, വാങ്ങിന്ന്. പ്ലീസ് ഒന്ന് പറയേ. ശരി ശരി, പറയാം. അമ്മേ, ഋതികേ ഇവിടെ വന്നിട്ടുണ്ടോ കേട്ടോ. അവള് പറയുന്നതേ ശ്രീ കരച്ചിലും ബഹളവും ഒക്കെയാണ് ഈ വിവാഹം നടത്തരുതെന്ന്. ശരി അമ്മേ. രമ്യ, രുക്മിണി ആന്റി എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാ എന്നോട് തീരുമാനിച്ചോളാൻ. ആണോ? എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, ഋതികയ്ക്ക് എന്റെ തീരുമാനം അറിയണ്ടേ? നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ എന്റെ ചേട്ടന്റെ വിവാഹം നടക്കും. ഞാൻ തീരുമാനിച്ച പെൺകുട്ടി തന്നെയായിരിക്കും വധു. ശ്രീ മോളെ, നീ ചേട്ടൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട ഏട്ടാ, ഏട്ടന്റെ ജീവിതം ഏട്ടൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലേ? ഇവളെ ഏട്ടന് ഇഷ്ടമായിരുന്നെന്നും നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നും ബ്രില്യന്റ് ആയിട്ട് നിങ്ങൾ മറച്ചു. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. രാജു, അങ്കിളിനെ രാധമയും കൂട്ടി ഒന്ന് പുറത്തു നിന്ന്. എനിക്ക് ശ്രീയോട് കുറച്ചു നേരം തനിയെ സംസാരിക്കണം. ശ്രീയേച്ചി, ഇവിടെ നിൽക്ക്. എന്താ മേഡം കാര്യം? ഞാൻ പറയാം. ഭവാനി, എനിക്കിപ്പോഴും മനസ്സിനൊരു സമാധാനമില്ല. ഇത് ശരിയാവോ? നാട്ടുകാരെന്ത് പറയും? നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കുന്നതിന് എന്താ വേണ്ടത്? ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? ദേ, ഇങ്ങോട്ട് വന്ന സൗഭാഗ്യമാണ്. വെറുതെ ഓരോന്നും പറഞ്ഞ് വിവാഹം എങ്ങനെ നടത്താതിരുന്ന അച്ഛനും മോക്കും ഞാൻ പച്ചവെള്ളം തരില്ല, പറഞ്ഞേക്കാം. ഭവാനി, 2 ദിവസം കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കല്യാണം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നാ ഇപ്പൊ നടത്തണമെന്ന് തോന്നി നടത്തുന്നു അങ്ങ് പറഞ്ഞാ മതി. അത് ശരിയാവോ? ദേ മനുഷ്യ, എന്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ടെങ്കിൽ മിണ്ടാതെ നിന്നോണം. അയാളുടെ ഓരോ സംശയങ്ങള്. ഒരു ചിട്ടി കമ്പനി, 10-15 വീടുകള്, ആവശ്യത്തിലേറെ ബാങ്ക് ബാലൻസ്, ഇട്ടുമൂടാനുള്ള സ്വർണം.
ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം എന്റെ മോക്കുള്ളത് കൊണ്ടാ ഈ നറുക്ക് അവക്ക് വേണത്. എന്നാലും അമ്മേ, ഒരു പരിചയമില്ലാത്ത ആളെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പറഞ്ഞ അച്ഛന്റെ അതേ ബുദ്ധിയാണല്ലോ പെണ്ണെ നിനക്ക്. ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടി എന്നെ അങ്ങ് കൊല്ല്. ഞാനൊന്നും മിണ്ടുന്നില്ലേ? ഫോൺ ഇങ്ങ് താ ഹരീഷേ. നിനക്ക് എന്താ അറിയണ്ടേ? ഞാൻ ആരെ വിളിച്ചെന്നല്ലേ? ഞാൻ ഫോൺ ചെയ്തത് ശ്രീലക്ഷ്മിയെ. എന്തിനാ നീ ഇപ്പൊ അവളെ വിളിച്ചേ? മടുത്തു ഞാൻ. നിങ്ങൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് എന്റെ വിവാഹ. ഞാൻ ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരു പെണ്ണിനെ ശ്രീലക്ഷ്മി മറന്ന് എനിക്ക് താലി കെട്ടാൻ പറ്റില്ല രമ്യ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്കേ പ്ലീസ്. നീ ഇത് കണ്ടോ? ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വർത്തമാനം ഉണ്ടായ ഞാൻ ഇത് കുടിച്ചേ ഇവിടെ കിടന്നു ചാവും. നിനക്ക് നിന്റെ പ്രേമാണോ അതോ കൂടപ്പിറപ്പാണോ വലുത്? നിനക്ക് എന്നെയാണോ അതോ ശ്രീലക്ഷ്മിയാണോ വേണ്ടേന്ന്? രമ്യ, നീ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേക്കണ്ട ഹരീഷേ. ഞാൻ തീരുമാനിച്ച നിന്റെ വിവാഹം നടക്കണം. നടന്നില്ലെങ്കിൽ നീ ആ ഫോണിങ്ങതാ.